محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك عليك يا الصلاة والسلام عليك عليك يا حبيب الصلاة والسلام عليك عليك يا سيدي عليك يا عليك يا سيدي عليك يا سيد الأولين والآخرين. ആലമ്പാടിയിലെ യുവാക്കളായ സുഹൃത്തുക്കൾ ഈ നാട്ടിൻ്റെ ചരിത്രം ഈ രൂപത്തിലിറക്കുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങൾ ഓർമ്മിക്കുവാനും പൂർവികന്മാർ ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല. ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രമാണ് ഭാവിയിൽ
വരുന്ന തലമുറക്ക് വഴികാട്ടിയാകുന്നത്. മതപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമൂഹികമായും പൂർവികന്മാർ ചെയ്ത സേവനങ്ങൾ വിലമതിക്കപ്പെടാത്തതാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ ആധുനികമായ സജ്ജീകരണങ്ങളോ ഒന്നുമില്ലാത്ത ആ പഴയ കാലത്ത് അവരുടേതായ ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തെടുത്ത സേവനങ്ങൾ ലോകാവസാനം വരെ പ്രശംസിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം സംരംഭങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ആലമ്പാടിയിലെ യുവപ്രവർത്തകരായ നാട്ടുസ്നേഹികൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾ ആലമ്പാടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മേലിലും നന്നായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മണിമക്ക കുളിർ തന്നിൽ ഉദിച്ചൊളിവേ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് മുനവ്വറിൽ മറിഞ്ഞൊളിവേ ഷൈഖേ മൊഴികളുയർത്തി ഹബീബുല്ലാഹ് അത് അൽ അമിനായി പുകൾ പെറ്റവരെ ആദരവേറിയ നബിയല്ലാഹ് മക്കയിൽ ഉദയം ചെയ്തവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് മദീനത്തുല്ലിലുദിച്ചൊളിവേ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് മദീന മുനവ്വറിൽ മറിഞ്ഞവരെ മൊഴികളുയർത്തി ഹബീബുല്ലാഹ് അൽ അമിനായി പുകൾ പെറ്റവരെ ആദരവേറിയ നബിയോട് ജാനാഹേ വക്കീച്ച് ചോട് ദർക്കാനി ജമീൻ അന്തർ ജമാനാഹേ നിഖാതുബീൻ नहीं यकदौन भी दुनिया छोड़ जाना है वकीत छोड़ दरकानी जमीन अंदर जमाना है अगर साये तुम्हारा है अगर मुमिन मुसलमान है अगर हिंदी मुसलमान है गरम करना रसूल अल्लाह दिल नहीं यकदौन दुनिया छोड़ जाना है किन्हें छोड़ जाना है दिखा तो फिर नहीं यकदौन भी दुनिया छोड़ जाना है वकीते छोड़ दरकानी जमीन अंदर जमाना है. ചരിത്രം തേടിയുള്ള ഒരു ജനതയുടെ യാത്ര ഒരിക്കലും എളുപ്പമായിരിക്കില്ല. പ്രത്യേകിച്ചും സ്വന്തം സത്വം തേടിയുള്ള സത്യസന്ധമായ അന്വേഷണമാവുമ്പോൾ എവിടെയൊക്കെയോ ചിന്നിച്ചിതറിയ ഓർമ്മകളും അതിനുള്ളിൽ മയങ്ങുന്ന സംഭവങ്ങളും തുന്നിച്ചേർക്കൽ പ്രയാസം തന്നെ. എന്നാലും നാടിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നടന്ന് അതിൻ്റെ ചരിത്രങ്ങളെ തൊട്ടുനോക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞതിനേക്കാൾ ഏറെ മഹിമയും പൈതൃകവും വായിച്ചെടുക്കാൻ കഴിയുന്നു. ഏത് സ്വർഗം വിളിച്ചാലും ഏത് കാശ്മീർ മുന്നിൽ വിരിഞ്ഞാലും നമുക്കിഷ്ടം നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. അതിനെ നമ്മൾ ജീവന്റെ ജീവനോളം സ്നേഹിക്കും. ആ നാട്ടുവരമ്പിലേക്ക് കാറ്റുകൊള്ളാൻ, അതിൻ്റെ പൂർവ്വകഥകൾ കേൾക്കാൻ ഇത്തിരി നിമിഷത്തേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത് ആലമ്പാടി, ഗ്രാമീണതയുടെ പച്ചപ്പും നിഷ്കളങ്കതയുടെ സുഗന്ധവും നിറയുന്ന നാട്. കവുങ്ങിൽ തോട്ടങ്ങൾക്കും നെൽകൃഷിപ്പാടങ്ങൾക്കും നടുവിലൂടെ പാട്ടുപാടി ഒഴുകുന്ന മധുവായിനിപ്പുഴയും പാവനമായ പള്ളിയും നാടിൻ്റെ സൗന്ദര്യമാണ്. ദഫമുട്ടിൻ്റെ താളവും മാപ്പിളപ്പാട്ടിൻ്റെ ഈണവും സജീവമാണിവിടെ. അനാഥമക്കൾക്ക് അഭയമേകുന്ന യതീംഖാന ആലമ്പാടിയുടെ യശസ്സിനെ ഒന്നുകൂടി മഹത്വരമാക്കുന്നു. ആലമ്പാടിയിൽ ജനവാസം തുടങ്ങിയിട്ട് 1000-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമത്രേ. പാടിയിലെ പ്രശസ്തമായ മീത്തലെ കാമലോൺ തറവാട്ടുകാർ ഇവിടെ എത്തിയിട്ട് ഏകദേശം 1000 വർഷത്തോളമായി. ആർക്കും വേണ്ടാത്ത, ജനങ്ങൾ കയറിച്ചെല്ലാൻ ഭയന്നിരുന്ന ഒരു പ്രദേശം. അന്ന് മായിപ്പാടി രാജാവിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ ജനവാസം ആരംഭിച്ചു തുടങ്ങുകയും കാലാന്തരത്തിൽ ആലമ്പാടി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുകയും ചെയ്തു. ഇന്ന് ചെങ്കള പഞ്ചായത്തിൻ്റെ ഭാഗമായ ആലമ്പാടി 1954 മുട്ടത്തോടി ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ
അതിൻ്റെ ആസ്ഥാനമായിരുന്നു. പാടികളുടെ ഒരു നിര തന്നെയുണ്ട് ഈ പ്രദേശങ്ങളിൽ. പാടി, ആലമ്പാടി, എരിയപ്പാടി, ചെറിയ ആലമ്പാടി, അങ്ങനെ അങ്ങനെ ഒരുപാട് പാടികൾ. പണ്ട് ആലമ്പാടിയുടെ പേര് ബാരിക്കാട് എന്നായിരുന്നു. തുളുഭാഷയിൽ ബാരിക്കാട് എന്നാൽ കാട് പിടിച്ച പ്രദേശം എന്നർത്ഥം. പിന്നീടതെങ്ങനെ ആലമ്പാടിയായി? നാൽക്കാലികളെ കെട്ടുന്നതിനായി ധാരാളം ആലകൾ ഇവിടെയുണ്ടായിരുന്നു. ആലകൾ നിറഞ്ഞ പ്രദേശം എന്ന വിശേഷണമായിരിക്കാം ഇതിനെ ആലമ്പാടി എന്നാക്കി തീർത്തത്. മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എരിയപ്പാടി, എറമാളം, നാലത്തടുക്ക, കുഞ്ഞിക്കാനം, റഹ്മാനിയ നഗർ, മുട്ടത്തോടി, എരുതങ്കടവ്, നായന്മാർമൂല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം മുമ്പ് ആലമ്പാടിയുടെ ഭാഗമായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ വിശാലതയെ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തുന്നവരുണ്ട്. ആലം എന്നതിന് വിശാലമായ ലോകം എന്നാണ് അറബി അർത്ഥം. അപ്പോൾ വിശാലമായ പ്രദേശം എന്നർത്ഥത്തിലായിരിക്കാം ആലമ്പാടിക്ക് ഈ പേര് ലഭിച്ചത്. പറഞ്ഞാൽ തീരാത്ത കഥകളും എഴുതിയാൽ ഒതുങ്ങാത്ത വിവരങ്ങളും ഉണ്ടിവിടെ. നാടിൻ്റെ തുടിപ്പും സ്പന്ദനവുമായിരുന്ന എത്രയോ മഹാന്മാർ, സ്ഥാപനങ്ങൾ, പിന്നെ ഒരുപാട് സംഭവങ്ങൾ. ആത്മീയത നിറയുന്ന ആ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ക്ഷണിക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ ആലമ്പാടി പള്ളി. പ്രൗഢിയിലും സൗന്ദര്യത്തിലും തല ഉയർത്തി നിൽക്കുന്ന ആലമ്പാടി ഖിലർ ജുമാ മസ്ജിദിന് ഈ നാടിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് അവസ്മരണീയ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഈ പള്ളി. ഖബറിടത്തിലെ മീസാൻ കല്ലുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പള്ളിക്ക് ഏകദേശം 400 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു. തളങ്കര മാലിക് ദിനാർ പള്ളി കഴിഞ്ഞാൽ ജില്ലയിലെ പുരാതന പള്ളികളിലൊന്ന് ആലമ്പാടി പള്ളിയാണ്. ജുമുഅ തുടങ്ങിയിട്ട് തന്നെ 100-ലേറെ വർഷമായത്രേ. കുറേ കാലം ഒരു കൊച്ചു മുളിക്കുടിലായിരുന്ന പള്ളി 1939 വിശാലമായി പുനർനിർമ്മിച്ചു. ആദ്യം പള്ളിക്ക് തേപ്പും മച്ചുമൊന്നും ചെയ്തിരുന്നില്ല. ദർസുസ്താദ് വന്നതിന് ശേഷമാണ് തേപ്പും മച്ചുമൊക്കെ ചെയ്തത്. ഉസ്താദ് സ്വയം പണിയെടുത്തും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചും സ്വയം മാതൃകയായി മാറിയിരുന്നു. ഇപ്പോൾ ഏണിപ്പടിയുള്ള സ്ഥലത്താണ് മുമ്പ് ഹൗലുണ്ടായിരുന്നത്. ഹൗല് എന്ന് പറഞ്ഞാൽ അല്പം താഴ്ചയുള്ള ഒരു കുഴിയായിരുന്നു. നിസ്കരിച്ചു മടങ്ങുമ്പോൾ പലരും ഈ കുഴിയിൽ അറിയാതെ വീഴാറുണ്ടായിരുന്നു. പിന്നീട് ഈ കുഴി നികത്തി ചെറിയൊരു ഹൗലും അതിനൊരു മാടും നിർമ്മിച്ചു. പള്ളി വലുതാക്കി കെട്ടുന്ന സമയത്ത് ഹൗല് മാറ്റി. പള്ളി പുനർനിർമ്മിച്ച് എത്ര വലുതാക്കിയാലും പള്ളിയുടെ ഓടുവച്ചിരുന്ന സ്ഥലം പൊളിക്കാൻ പാടില്ലെന്നത് മേനങ്കോട് അബ്ദുൽ ഖാദിർ ഹാജിയുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ആ സ്ഥലം നിലകൊള്ളുന്നു. നിറയെ തണലും ഒത്തിരി കുളിരും പകർന്ന് വിടർന്നു നിൽക്കുന്ന ഈ ദേവദാര മരം കണ്ടില്ലേ? ഇത് നട്ടത് ഒരു മാഷായിരുന്നു. നാട്ടിൽ വൈദ്യുതി എത്തുന്നതിനു മുമ്പ് വീടുകളിൽ ചിമ്മിണി വെളിച്ചം ഉപയോഗിക്കുമ്പോൾ പള്ളിക്ക് വലിയൊരു ലാമ്പുണ്ടായിരുന്നു. നുച്ചിവളപ്പ്, നായന്മാർമൂല, എർമാളം, എരിയപ്പാടി, പട്ടർമൂല, മിനിസ്റ്റേറ്റ്, പടിഞ്ഞാറുമൂല, നാൽത്തടുക്കം, ചെറിയാലമ്പാടി, ബാഫക്ക് നഗർ, വെള്ളൂറടുക്കം, കണ്ടത്തിലെ പള്ളി തുടങ്ങിയ സ്ഥലത്തെ പള്ളികളാണ് ആലമ്പാടി ജമാഅത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവയിൽ ചുരുക്കം ചില പള്ളികൾ മാത്രമേ ആലമ്പാടി ജമാഅത്തിലുള്ളൂ. കാരണവന്മാരാണ് ആദ്യകാലത്ത് പള്ളിയുടെ ഭരണം നടത്തിയിരുന്നത്. പിന്നീട് നൂറുൽ ഇസ്ലാം സഭ എന്ന കമ്മിറ്റിയുണ്ടാക്കി. പള്ളിയും യതീംഖാനയും ഈ കമ്മിറ്റിക്ക് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പള്ളിക്കും യതീംഖാനയ്ക്കും പ്രത്യേകം കമ്മിറ്റിയുണ്ടാക്കി. പണ്ടൊരു നാടുവാഴി ആലമ്പാടിയിലൂടെ കുതിരയിൽ പോവാറുണ്ടായിരുന്നു. ആലമ്പാടി പള്ളിക്ക് മുന്നിലെത്തുമ്പോൾ കുതിര മുട്ടുകുത്തും. ഇത് പതിവായപ്പോൾ നാടുവാഴി കുതിര മുട്ടുകുത്തുന്നത് പള്ളിയുടെ ദോഷം കൊണ്ടാണെന്നും പള്ളി പൊളിച്ചു മാറ്റണമെന്നും കേസ് കൊടുത്തു. തമ്പുരാന് അനുകൂലമായിരുന്നു മജിസ്ട്രേറ്റ്. പള്ളിക്ക് എതിരായി വിധി തയ്യാറാക്കി ഉറങ്ങാൻ കിടന്ന മജിസ്ട്രേറ്റിന്റെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് ഒരാൾ അകത്ത് കടക്കുകയും പള്ളിക്ക് അനുകൂലമായി വിധി തയ്യാറാക്കിയില്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് ഖിലർ നബി അലൈഹിസ്സലാമാണെന്നാണ് ആളുകളുടെ വിശ്വാസം. പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് വിധി പറഞ്ഞത് പള്ളിക്ക് അനുകൂലമായിട്ടായിരുന്നു. വിധി തനിക്കെതിരായപ്പോൾ നാടുവാഴി പള്ളി തകർക്കാൻ പ്ലാനിട്ടു. ഇതറിഞ്ഞ നാട്ടുകാർ മോരാലെ കുഞ്ഞിപ്പക്കിച്ചയെ വിവരമറിയിച്ചു. അന്നത്തെ ഒരു നാടുവാഴിയായിരുന്നു കുഞ്ഞിപ്പക്കിച്ച. കുഞ്ഞിപ്പക്കിച്ച നാടുവാഴിയെ കാണുകയും പള്ളി തകർക്കുന്നത് പോയിട്ട് പള്ളിയുടെ മുളിയിൽ ഒന്ന് തൊട്ടാൽ തമ്പുരാന്റെ അരമനയുടെ കൗപ്പലക്ക് ഒരാളെന്ന കണക്കിൽ
ആളുകളെ കൊണ്ടുവന്ന് ഇറക്കും എന്ന് പറയുകയും ചെയ്തു. ഈ ഭീഷണിയിൽ വിരണ്ട നാടുവാഴി പള്ളി തകർക്കുന്നതിൽ നിന്നും പിന്മാറി. ഇത്തരം ഒരുപാട് അത്ഭുതങ്ങൾ ആലമ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട്. ആലമ്പാടി ഉറൂസ് നാട്ടിൽ പതിവിലുമേറെ ആഹ്ലാദം തിരതല്ലുന്ന വേളയാണിത്. ഉറൂസിന് പതാക ഉയരുമ്പോൾ പിന്നെ നാട് ആവേശത്തിമിർപ്പിലായിരിക്കും. ആലമ്പാടി ജുമാ മസ്ജിദിന്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ ഇവിടെ 5 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന പള്ളി നേർച്ചയാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച. മരണം സംഭവിക്കാതെ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് മാവുൽ ഹയാത്തിന്റെ മാസ്മരികതയിൽ ലോകം നിയന്ത്രിച്ചു പോരുന്ന മഹാനാണ് സയ്യിദുന അബുൽ അബ്ബാസ് സയ്യിദുൽ ഖദം ഖലിർ ബല്ലബിനു മൽക്കാൻ അലൈഹിസ്സലാം അവർകൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഇനായത്തും മദതും ഈ നാട്ടിൽ ദർശനമായതുകൊണ്ടാണ് ഇവിടത്തെ പള്ളി മസ്ജിദുൽ ഖലിർ എന്നറിയപ്പെടുന്നത്. പല അത്ഭുതങ്ങളും ജീവിതകാലത്ത് അനുഭവിച്ച മഹാന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആ മഹാനവറുകളുടെ പേരിലാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച നടത്തിവരുന്നത്. ഈ ഉറൂസ് ദിനങ്ങളിൽ നാടിന്റെ നാനാദേശങ്ങളിൽ നിന്നും ജനസാഗരങ്ങൾ ആലമ്പാടിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. പോത്തിറച്ചിയും നെയ്ച്ചോർ പൊതിയുമാണ് ഇന്നത്തെ അന്നദാനമെങ്കിൽ അന്നത് പുഴുങ്ങലരിച്ചോറും തോരൻ പുഴുങ്ങിയതുമായിരുന്നു. പിന്നെ ദഫ്റാത്തീബും സ്വലാത്തും ഇസ്ലാമിക മഹിമ വിളിച്ചോതുന്ന നേർച്ചകളും മാപ്പിളകലകളുമെല്ലാം ആലമ്പാടിയെ ശ്രദ്ധേയമാക്കി. ഖാദർച്ചാന്റെ മമ്മൻചാന്റെ നേതൃത്വത്തിലായിരുന്നു ദഫ്റാത്തീബ് തുടങ്ങിയത്. ഒരു ചെറ്റക്കുടിലായിരുന്നു ദഫ് പഠനം. മായിച്ചാന്റെ അമ്പാച്ച എന്ന നിഷ്കളങ്കനും സ്നേഹസമ്പന്നനുമായ മനുഷ്യന്റെ സാന്നിധ്യം പരിപാടിയെ ഏറെ സജീവമാക്കിയിരുന്നു. പുണ്ടൂർ മുഹമ്മദ് ഷാന്റെ കയ്യിലായിരുന്നു റാത്തീബിന്റെ കിതാബുണ്ടായിരുന്നത്. അദ്ദേഹം അതിന്റെ പകർപ്പ് അമ്പാച്ചാന്റെ അന്താച്ചാക്ക് കൊടുത്തു. ഇന്നും ദഫ് വേദികളിലും അണിയറയിലും അന്താച്ച സജീവമായി രംഗത്തുണ്ട്. സ്വലാത്തിന്റെ ധ്വനികളാൽ നാട്ടിൽ റഹ്മത്തിന്റെ കാറ്റുവീശുന്ന സ്വലാത്ത് പരിപാടി ആലമ്പാടിക്ക് സുഹൃതമാണ്. 1997 ഷഹബാൻ 2 സ്വലാത്ത് പരിപാടി തുടങ്ങിയത്. ഇതിന്റെ വാർഷിക പരിപാടിയെ ധന്യമാക്കാൻ മഹാനായ അന്ത്രൂപ്പാപ്പ 1 തവണ ആലമ്പാടിയിലെത്തിയിട്ടുണ്ട്. ദുഗലടുക്കം തങ്ങളുടെ സാന്നിധ്യവും ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. യതീംഖാന പണ്ടൊരു മുസ്ലിയാർ ഇവിടെ വയല് പറയാൻ വരാറുണ്ടായിരുന്നു. സുഖപുരം അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നായിരുന്നു ആ പണ്ഡിതന്റെ പേര്. വെറുമൊരു പ്രഭാഷണത്തിലുപരി അനാഥ മക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറയുമായിരുന്നു. പ്രശസ്തമായ ആലമ്പാടി നൂറുൽ ഇസ്ലാം യതീംഖാന സ്ഥാപിക്കാൻ പ്രചോദനവും പ്രോത്സാഹനവും ഏകിയതിൽ ഈ പണ്ഡിതന്റെ പങ്ക് നിർണായകമാണ്. 1968 13 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഈ യതീംഖാനയിൽ ഇന്ന് 100-ലേറെ അനാഥകളും അഗതികളുമായ കുട്ടികൾ സുരക്ഷിതത്വത്തിന്റെ തണലിൽ ജീവിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആലമ്പാടിയിലായിരുന്ന യതീംഖാന ഇപ്പോൾ കൂടുതൽ സൗകര്യത്തോടെ മിനി സ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ തന്നെ, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മികച്ച യതീംഖാനകളിൽ ഒന്നാണിത്. ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസ. ഇസുദ്ദീൻ മുസ്ലിയാർ എന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു പണ്ഡിതൻ സ്വന്തം ചെലവിൽ നാടുനീളെ സഞ്ചരിച്ച് അവിടെയൊക്കെ മദ്രസ നിർമ്മിക്കാൻ പ്രേരണ നൽകി മതം പ്രചരിപ്പിക്കുന്നതിൽ കർമ്മോത്സുകനായിരുന്നു അയാൾ. ആ യാത്രയിൽ ഒരു ദിവസം അദ്ദേഹം ആലമ്പാടിയിലുമെത്തി. മദ്രസയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പ്രസംഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലമ്പാടിയിൽ മദ്രസ സ്ഥാപിതമാവുന്നത്. 1917 അത്. എന്നാൽ മദ്രസയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് 1954. തുടക്കത്തിൽ ഒരു അധ്യാപകൻ മാത്രമേ മദ്രസയിലുണ്ടായിരുന്നുള്ളൂ. മദ്രസയിലെ ആദ്യത്തെ സദർ MT അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് മദ്രസയിൽ ഇന്നത്തെ രീതിയിലുള്ള ക്ലാസ് സമ്പ്രദായം ആരംഭിച്ചത്. ഇപ്പോൾ മദ്രസയുടെ സദറായ ഉബൈദ് മുസ്ലിയാർ മലപ്പുറം വിളയിൽ സ്വദേശിയാണ്. 1988 ആലമ്പാടിയിൽ വന്ന അദ്ദേഹം 1993 സദറായി നിയമിതനാവുന്നത്. ഉമ്മുൽ കൂറാവില്ലാണഞ്ഞ ഉമ്മുൽ കിതാബിൻ്റുടമ നമ്മുടെ നബിൻ്റെ മകൾ ഫാത്തിമ ബീബി, ഫാത്തിമ ബീബി. നന്മ അബൂ താലിബിൻ്റെ
പൊന്മാകനായുള്ള ഹാലി വൈദറിൻ്റെ പൂവാണാവി ഫാത്തിമ ബീബി ഫാത്തിമ ബീബി. ആലമ്പാടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ പരാമർശിച്ചില്ലെങ്കിൽ ഈ ദൗത്യം അപൂർണമായിരിക്കും. ആലമ്പാടിയുടെ ഗതകാല ചരിത്രം അയവിറക്കുമ്പോൾ ആലമ്പാടി പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമർ മുസ്ലിയാരെക്കുറിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ്. ആലമ്പാടി ജുമാ മസ്ജിദിന്റെ മുമ്പത്തെ ഖത്തീബായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നാഡീമിടിപ്പുകൾ തൊട്ടറിഞ്ഞ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചെറിഞ്ഞ് പിഴക്കാത്ത ദിശാബോധത്തോടെ സമൂഹത്തിന്റെ കടിഞ്ഞാൺ പിടിക്കാൻ ആർജവം കാണിച്ച മഹാനവറുകൾ, ആഴങ്ങൾ കീഴടക്കിയ പണ്ഡിതനും ആത്മീയ പരിഭാവനത്വം വരിച്ച മഹാസൂഫിവര്യരുമായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ച് അനുഗ്രഹം വാങ്ങുന്നതിന് മുസ്ലിങ്ങൾക്ക് പുറമെ ഇതര മതസ്ഥരായിരുന്നു കൂടുതൽ. ദീനീ മസ്അലകളുടെ വിധിക്ക് ഈ പ്രദേശത്തെ ആളുകൾ കാസർഗോഡ് തളങ്കരയിലേക്ക് പോകൽ പതിവായിരുന്നു. പക്ഷേ ഖാളിമാർ ഉമർ മുസ്ലിയാരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചിരുന്നത്. ആലമ്പാടിയിലും സമീപ പ്രദേശങ്ങളിലും വബാഹ് രോഗം പിടിപെട്ട് നിരവധി പേർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ സയ്യിദ് പൂക്കോയ തങ്ങളോടൊപ്പം പ്രദേശത്തെ വീടുകളിൽ നിന്നും പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി ഒരു മൈതാനിയിൽ ഖിളർ അലൈഹിസ്സലാമിന്റെ പേരിൽ ദുആ ചെയ്ത് മധുര പലഹാര വിതരണം നടത്തി തക്ബീർ ചൊല്ലി കൊടിപിടിച്ച് പ്രദേശം മുഴുവനും കറങ്ങി. മഹാനവറുകളുടെ നീണ്ടകാലത്തെ ദീനീ സേവനത്തിന് ശേഷം മകൻ മമ്മ മുസ്ലിയാരും പിതാവിന്റെ പാതയിൽ ദീർഘകാലം സഞ്ചരിച്ചു. മമ്മ മുസ്ലിയാർ അറബി കവിതയിൽ നൈപുണ്യം നേടിയ പണ്ഡിതനും അറബി കവിയുമായിരുന്നു. 1940 ആലമ്പാടിയിൽ ദർസ് പഠിപ്പിക്കാൻ വന്ന മലപ്പുറം വടക്കാങ്കരയിലെ ഒരു യുവ പണ്ഡിതൻ മകനെ കൃഷിക്കാരനാക്കണമെന്ന ബാപ്പയുടെ ആഗ്രഹം ചെവിക്കൊള്ളാതെ ഇൽമ പഠിക്കുവാനിറങ്ങിയ അദ്ദേഹം ആലമ്പാടിയുടെ ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. അതെ, ദർസ് ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന PV മൊയ്തീൻകുട്ടി മുസ്ലിയാരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യ വരവിന് ശേഷം തിരിച്ചുപോയി മറ്റൊരിടത്ത് ജോലി ചെയ്യവേ പരേതനായ അബ്ദുൽ ഖാദർ ഹാജി ഉസ്താദിനെ കത്തയച്ച് വിളിപ്പിച്ചു. പിന്നീട് ആലമ്പാടിയിൽ സ്ഥിര താമസമാക്കിയ അദ്ദേഹം ഖത്തീബിന്റെ ചുമതലയും ഏറ്റെടുത്തു. വളരെ അത്യുന്നതമായ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹം നിരവധി മഹത്വങ്ങളുടെ ഉടമയുമായിരുന്നു. ആരോടും സ്നേഹാർദ്രമായ അവരുടെ പെരുമാറ്റം ആരിലും കുളിർമ നൽകുന്നതായിരുന്നു. ജമാഅത്ത് സംവിധാനവും ദർസുമെല്ലാം ദർസുസ്താദ് വന്നതിന് ശേഷമാണ് ആരംഭിച്ചത്. ദർസ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദർസ് ഉസ്താദ് എന്ന പേര് ലഭിച്ചത്. റമളാനിലെ വയല് പരിപാടി തുടങ്ങിയത് ദർസ് ഉസ്താദായിരുന്നു. അതിനു മുമ്പ് ഓരോ വീട്ടിലും പോയി തോബ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ആലമ്പാടിയുടെ എല്ലാമെല്ലാമായിരുന്ന ദർസ് ഉസ്താദ് 1990 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1987 വരെയാണ് ദർസ് ഉസ്താദ് ഖത്തീബായി തുടർന്നത്. തുടർന്ന് വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ആ മഹൽ സ്ഥാനം മകൻ അബ്ദുൽ സലാം ദാരിമിയെ ഏൽപ്പിച്ചു. പിതാവിന്റെ പാതയിലൂടെ തന്നെയായിരുന്നു മകൻ അബ്ദുൽ സലാം ദാരിമിയും. മനോധൈര്യവും മനക്കരുത്തും കൈവിടാതെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന അബ്ദുൽ സലാം ദാരിമി സ്വലാത്ത് ഉൾപ്പെടെയുള്ള പുണ്യപ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നു. സ്വലാത്ത് വാർഷികങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്ത സഹായ പ്രവർത്തനങ്ങൾ പല പാവപ്പെട്ട കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പാൻ സഹായകമായി.